സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് ഒരു നല്ല വിഭവം ഉണ്ടാക്കാം. ചിക്കൻ ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതിന് ചിക്കൻ മുസാഡ് എന്നാണ് പറയാറ്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓരോരോ നാട്ടിലും ഓരോരോ പേരായിരിക്കും പറയുക. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല സ്വാദാണ്. ചോറായാലും ചപ്പാത്തി ആയാലും നെയ്ച്ചോറായാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ്. വലുതായി മസാലയൊന്നും അരച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ മാത്രമേ ഇതിന് മസാലകൾ ആവശ്യമുള്ളൂ. ഇത് 1/2 കിലോ ചിക്കനാണ്. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി കുക്കർ അടച്ച് 3 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാനുള്ള മസാലയാണ്. 1/4 കപ്പ് വിനീഗറിൽ 1 ടീസ്പൂൺ വറ്റൽമുളകിൻ്റെ കുരുവും 1 ടീസ്പൂൺ മുന്തിരിയും 5-8 അണ്ടിപ്പരിപ്പും 1 കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയുമാണ് വേണ്ടത്. ഇത് നമുക്ക് വിനീഗറിൽ കുതിർത്ത് വയ്ക്കാം. അതിനുശേഷം അരച്ചെടുക്കാം. ഇനി വേറെ പാത്രത്തിൽ 5-8 വെളുത്തുള്ളിയും 10-12 ചെറിയ ചുവന്നുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും പകുതി സവോളയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ഇവയെല്ലാം ചതച്ചെടുത്ത ശേഷമാണ് വഴറ്റിയെടുക്കേണ്ടത്. അതുകൊണ്ട് നമുക്കിത് ഓരോന്നായി ചതച്ചെടുക്കാം.
ഇനി നേരത്തെ വിനീഗറിൽ കുതിർത്ത് വെച്ച കൂട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ നല്ലതുപോലെ അരച്ചെടുക്കണം. ഒരു പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചതച്ച് വെച്ച കൂട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാളയിട്ട് ഒന്ന് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് കാര്യമായി ഇടുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പാചകം ചെയ്യുമ്പോൾ കഴിയുന്നതും ഓയിൽ വളരെ കുറച്ച് ഒഴിക്കുന്നതാണ് നല്ലത്. പൊടി മൂത്താൽ ഇതിലേക്ക് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലിടുന്ന ചിക്കൻ ചെറുതായി മുറിക്കും. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അത്ര ചെറുതായി മുറിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് വലുതായി മുറിച്ചത്. ഇനി ഇതിലേക്ക് വിനീഗറിൽ അരച്ച് വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. അര കപ്പ് വെള്ളമൊഴിച്ച് ആ ജാറ് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാല നല്ലതുപോലെ പിടിച്ച ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കുറേ സമയം വേവിക്കണമെന്നില്ല.
ഇത് റെഡിയായി. ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.